രാവിലെ തന്നെ എണീച്ച് ജനലിലെ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ പക്ഷികളുടെ ഒരു കൂട്ടത്തെ തന്നെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെയിൽ ചൂടാവുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക്. ഓട്സും മുട്ട പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ഫുഡ്. ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 ഷോയൊക്കെ ഇട്ടതാണ്. പുഴുങ്ങിയ മുട്ടയുടെ തോടെല്ലാം പൊളിച്ച് നമ്മൾ നേരെ അകത്തോട്ട്. അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കാലിന്റെ അടിയിൽ പൂച്ചക്കുട്ടിയും തട്ടുന്നുണ്ട്. മുട്ടയുടെ എല്ലാം അവനുള്ളതാണ്. ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെ കോക്ടെയിലിന്റെ അടുത്തേക്ക് ഒരുപാട് സമയം അവനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു. കൈ വെച്ചു കൊടുക്കും, അവൻ കൊത്താൻ നോക്കും, നമ്മൾ വലിക്കും. ഇന്നലെ രാത്രി സത്യം പറഞ്ഞ ഇവനെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. എന്താണെന്നറിയില്ല, ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ. അതും കഴിഞ്ഞ് നേരെ റൂമിൽ കയറിയപ്പോ പുറത്ത് കോക്ടെയിലിന്റെ കുറുകലാണെങ്കിൽ റൂമിലാണെങ്കിൽ ഇവന്റെ കുറുകലാണ്. ഒടുവിൽ ഇന്നത്തെ കലാപരിപാടികൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയാണ്. ഇറങ്ങിക്കഴിഞ്ഞാല് കുറച്ച് സമയം വണ്ടിയിൽ വെറുതെ ഇരിക്കും. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങളും എടുക്കാൻ എന്തായാലും മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടായിരിക്കും അതെടുത്തിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് ഇനി നമ്മളെ കിട്ടൂല എന്ന് മനസ്സിലായിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് വാനിൽ എന്തായാലും കുറച്ച് സമയം ഇരിക്കും. അവസാനം പിന്നോട്ടുള്ള ഗിയർ റൂട്ട് നമ്മൾ നേരെ മുന്നോട്ട്. കടുക് മണി വ്യത്യാസത്തിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ പപ്പുവട്ടം പറഞ്ഞ പോലെ നമ്മളെ പരിപാടി നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളെങ്കിലും അടുത്ത ടീം ഇതാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഒരിടത്താണ് താമസമെങ്കിലും ഒരേ റൂമിലാണ് കിടത്തുമെങ്കിലും ഞങ്ങൾ തമ്മിൽ ആഴ്ചയിൽ 2-3 ദിവസമേ കാണാറുള്ളൂ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഇരിക്കുമ്പോഴേക്കും ഇവർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.